ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഷവർമയുടേതാണ്. അപ്പോൾ ഷവർമ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ആ ഒരു റെഡിക്ക് പെർഫെക്ഷനുള്ള ഒരു ഷവർമയാണെന്നും പറയുന്നില്ല, എന്നാലും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഫസ്റ്റ് മയണൈസ് തയ്യാറാക്കി എടുക്കുക. 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണിത്. ഇപ്പം 2 ഇതിലേക്ക് എടുക്കുന്നില്ല, 1 ഉരുളക്കിഴങ്ങ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1/3 കപ്പ് പാലും ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ പാലെടുത്ത അതേ ഒരു കപ്പ് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ കൂടെ എടുക്കുക. ആ ഒരു പാലെടുത്ത അതേ അളവ് തന്നെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് വേണത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ 1/3 കപ്പ് തന്നെ ഓയിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു മയണൈസ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു രീതിക്ക് നമ്മൾ മയണൈസ് തയ്യാറാക്കുകയാണെങ്കിൽ ഓയിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ മുട്ട യൂസ് ചെയ്യുന്നതിനും ഇതാണ് കുറച്ചുകൂടി നമ്മൾ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനേക്ക് വേണ്ടിയുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കുക. നമ്മൾ കൂടുതൽ ഇതിൽ മസാലകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ സാധാരണ ചിക്കൻ അതിൽ ചേർക്കുന്ന ഉപ്പ്, ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വേറെ ഒന്നും തന്നെ ഇതിൽ ആഡാക്കിയിട്ടില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞല്ലോ, ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ വേവിച്ചിട്ട് കുരുമുളക് ഇട്ട് അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയും ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇതിനേക്ക് വേണ്ടുള്ള വെജീസൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വെക്കാൻ വേണ്ടത് ക്യാബേജ് വേണം, പിന്നെ കുറച്ച് തക്കാളി വേണം, സവാള വേണം, മല്ലിയില, ക്യാരറ്റ്, ക്യാപ്സിക്കം ഉണ്ട്, അതുകൂടെ എടുക്കുക. അപ്പം അതൊക്കെ നമുക്ക് ഇതേപോലെ ചെറിയ രീതിക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുത്ത് അത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതുകൂടെ സ്പ്രെഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് കുബൂസ് നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു ബട്ടർ പേപ്പർ വിരിച്ച് അതിന് മേലെ ഓരോ കുബൂസ് വെച്ച് കൊടുക്കുക. അതിന് മേലെ നമ്മൾ ഈ ഒരു മയണൈസ് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ഉണ്ട്, അതുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് സ്പ്രെഡാക്കി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യാനുസരണം വെജീസും പിന്നെ ഒരു ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഇട്ട് വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ സോസും നമ്മൾ കൂടുതൽ സോസ് ഉപയോഗിക്കുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കുക, സോസ് കുറവ് വേണ്ടവർക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കുക. പിന്നെ നന്നായിട്ടിത് ഇതേപോലെ വെച്ചിട്ട് കുറച്ച് ടൈറ്റിൽ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ രീതി നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മടി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഷവർമ ഒക്കെ തിന്നാൻ തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട്, പക്ഷേ ആ ഒരു പെർഫെക്ഷൻ ഉള്ള ഷവർമയാണെന്നും പറയുന്നില്ല. എന്നാലും നമുക്ക് പെട്ടെന്നൊരു ഷവർമ ഒക്കെ കഴിക്കണം തോന്നുന്നു, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഷവർമയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.